നെടുമങ്ങാട് അതിമാരകമായി കൊല ചെയ്യപ്പെട്ട 1.5 വയസ്സുകാരന്റെ അമ്മ അഖിലയെയാണ് അപ്പൊ കണ്ടത്. അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. സ്വന്തം കുഞ്ഞിനെ ആ നരാധമന്റെ മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് ഡാൻസ് കളിക്കാൻ പോയതാണത്രേ. അവൻ മുൻപൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അഷ്കർ എന്ന് പറയുന്ന വ്യക്തി. ആമിന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അതിമാരകമായിട്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച് വർഷങ്ങളായി കിടക്കപ്പായിൽ നിന്ന് എണീക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. ആമിന എന്നാ പേര്. ഇവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ആമിനയുടെ ഉമ്മ പറയുന്നത് എന്നുള്ളതാണ്. അഖില എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തിയുടെ ഭർത്താവിന്റെ ഒരു അഖിൽ എന്നാണ് കേട്ടോ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അഖില 3 മാസം പ്രഗ്നന്റ് ആണേ. ആ മരണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അഷ്കറിന്റെ കൂടെ വേറൊരു വാടക വീട്ടിലേക്ക് ഈ സ്ത്രീ മാറി താമസിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ഒരു മരണത്തിലേക്ക് അഖിലിനെ നയിച്ചത് ഒരുപക്ഷെ ഇവരുടെ അവിഹിതമാകുമോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. മരണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഇവൾ ഒരു വാടക വീട്ടിലേക്ക് അഷ്കറിന്റെ കൂടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാ ഇനി ഈ ഒരു കുഞ്ഞിന്റെ മറ്റൊരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കടക്കുന്നത്, അതൊന്ന് കേൾക്കാം. അതിലൊരു കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സിമ്പിൾ ആണ് ചേച്ചി സംഭവം. നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ 1 2 ഗിഫ്റ്റ് കിട്ടും. സൈക്കിളിൽ നിന്ന് വീണ ബ്രോ, സൈക്കിളിൽ നിന്ന് വീണ് 2 കൈ ഒടിഞ്ഞു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണിട്ടല്ല കൈ ഒടിഞ്ഞിട്ടുള്ളത്, കൈ അടിച്ചു മുറിച്ചതാണ്. അടിച്ചു മുറിച്ചത് അഷ്കർ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയാണ് തെളിയിക്കപ്പെട്ടു. ഇന്നിത് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങൾ ഭയങ്കര ജനരോക്ഷം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊന്ന് ഞങ്ങൾ വിട്ടുതരൂ സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയട്ടെ, അവനെ വിട്ടുകൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ഇവനെ എന്തുകൊണ്ട് ജനം അറിഞ്ഞില്ല? എന്തുകൊണ്ട് ഇവനെ ആരും ഒന്ന് 4 പെടപെടച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ആർക്കും അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അഖിലിന്റെ അച്ഛൻ ഇതൊക്കെ മുൻകൂട്ടിയിട്ട് കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ എല്ലാതും വളരെ സീക്രട്ട് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അയൽവാസികൾ പോലും കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞില്ല. 2 കൈ ഒടിഞ്ഞ ആ ഒരു കുട്ടിയെ വാർപ്പിന്റെ മുകളിൽ സൺസൈഡിൽ ഇറക്കി നിർത്തിയത്രേ, ചാടിയോ വീണോ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നു, ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു. പിന്നീട് ആ കുഞ്ഞിനെ പുറം ലോകത്തേക്ക് ഇവർ കാണിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അഖിലിന്റെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ പോലും ആ കുഞ്ഞ് ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചേനെ. അഖിൽ എന്ന് പറയുന്ന ആ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും 2 കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാകുന്ന അവർ മരണപ്പെടുന്നു. 3ാമതായി ഉണ്ടായ കുഞ്ഞാണ് അഖിൽ എന്ന് പറയുന്ന വ്യക്തി. അവസാനം അയാളും ഭൂമിയോട് വിട പറഞ്ഞു പോയി. അയാൾക്ക് ആകെയുള്ള രക്തബന്ധമായ ആ കുഞ്ഞും ഈ ലോകത്തോട് വിട പറഞ്ഞു. നമുക്ക് എന്തായാലും ആമിന എന്നൊരു പെൺകുട്ടിയെയും അഷ്കർ വിവാഹം കഴിച്ചിരുന്നു. നിയമപരമായിട്ട് ഇപ്പോഴും അവർ തന്നെയാണ് ഭാര്യ. അവർക്ക് സംഭവിച്ചതും കൂടി ഒന്ന് അറിയണം. ഷഫീദ്, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ മാത്രം അറിയുന്നത് എന്തുകൊണ്ടാണ്? മുൻ ഭാര്യയെ ഇത്തരത്തിൽ കയറിൽ കുരുക്കിട്ട് പാനിൽ കെട്ടിത്തൂക്കാൻ നോക്കുന്നു, ബലമായ വായിൽ വിഷമൊഴിച്ചു കൊടുക്കാൻ നോക്കുന്നു, 2 കൈ ചേർത്ത് ചെവിക്കടിക്കുന്നു, തല പിടിച്ച് ഭിത്തിയിലടിച്ച് കൊച്ചു കോമയിലായി ഹോസ്പിറ്റലിൽ ശരീരം തളർന്ന് കിടക്കുന്നു, 2ാമത്തെ ഭാര്യയെ പീഡിപ്പിക്കുന്നു, ഒരു കുഞ്ഞിനെ കൊല്ലാക്കൊലയുടെ പരമാവധി ഒരു 1.5 വയസ്സ് കുഞ്ഞ്, എന്തൊരു വേദന അതിൻ്റെ ആ കുഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവണം. അത്രമാത്രം മാരക വേദന അറിയുന്നു. ഇയാൾ ഈ ക്രൂരതയൊക്കെ ചെയ്ത് ബന്ധുക്കൾക്കറിയാമെന്ന് അറിയാം. അവിടെ ഇടപെടാൻ നാട്ടുകാരില്ലേ? ഇവർക്ക് ബന്ധുക്കളില്ലേ? പിടിച്ച് 2 അടി കൊടുക്കാൻ നാട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ലേ ഷഫീദ്? അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ചോദിച്ചു പോവാണ്, ഈ അക്രമത്തിന് പരിധിയില്ലേ ഷഫീദ്? എന്റെ കൺമുന്നിൽ എങ്ങാനും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മുഖമടിച്ച് തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം സൈലന്റ് ആയിട്ടാണ് നടത്തുന്നത്. ഇവന്റെ അമ്മ, അതേപോലെ തന്നെ പെങ്ങള്, ഇവരെല്ലാരും ചേർന്നുകൊണ്ടാണ് അത്ര എല്ലാ കാര്യങ്ങളും പരിഹാരം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടിയെ അടിച്ച് ബോധം കെടുത്തിയ സമയത്ത് ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചത്രേ. ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യം കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. ആമിനെ അഷ്കർ വിവാഹം കഴിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി തൊട്ടടുത്ത ദിവസം മുതൽ ക്രൂരമായിട്ടുള്ള ശാരീരിക ഉപദ്രവവും മാനസിക ഉപദ്രവവും തുടർന്നു. അഷ്കറിന്റെ മാതാവ്, അഷ്കറിന്റെ സഹോദരി, ഇവർ 3 പേരും ചേർന്ന പലതവണ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് ആമിന ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഉപദ്രവം നോക്കിയാൽ ഈ 2 ചെവിയും പൊത്തി കൈകൊണ്ട് അടിക്കുക, തലക്കിട്ട് ഈ മുഷ്ടി ചുരുട്ടി ഇടിക്കുക, അതിനൊക്കെ അപ്പുറത്തേക്ക് വാ കുത്തിപ്പിടിച്ച് വാ തുറന്ന് വായിലേക്ക് വിഷമൊഴിച്ചു കൊടുക്കുക, ഈ മർദ്ദിച്ച് അവശയാക്കി ബോധം കെട്ട് വീണ ആമിനയെ ഇവർ ചേർന്ന് ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് ആമിനയ്ക്ക് ബോധം, കണ്ണു തുറക്കുന്നു, ചാടി രക്ഷപ്പെടുന്നു. ഈ വിവരം പലപ്പോഴും ഈ തൊട്ടടുത്തുള്ള അയൽവാസികളടക്കം നിലവിളിയായി കേൾക്കുന്നുണ്ട്. കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഈ അമ്മ പറയുന്നുണ്ട്. ഷാജില ബീവി പറയുന്നുണ്ട്, സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് തള്ളി തറയിലിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നിന്റെ മുൻപിൽ വെച്ച് വേറെ വിവാഹം കഴിക്കുമെന്നും നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് എന്റെ അടിമയായി കഴിയണമെന്നും അഷ്കർ ഈ ആമിനയോട് പറഞ്ഞുവെന്ന്. ആമിന അത് നമ്മളുടെ മൈക്കിലില്ല, പക്ഷെ ആമിന നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. ഷാജില ബീവി നമ്മളോടത് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക്
നോക്കി ഏറ്റവും അവസാനം 2024 ഈ അഷ്കർ ഈ ആമിനെ ഭിത്തിയിലേക്ക് നിരവധി തവണ തല പിടിച്ചിടിക്കുന്നത്, തലയുടെ പിൻവശം വെച്ച് ഇടിക്കുന്നത്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആകുന്നു. അന്നു മുതൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ആ ചികിത്സ സർജറി ആകുന്നു. സർജറിക്ക് ശേഷം പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് ആമിന മാറും. അവനെ തെളിവെടുപ്പിന് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ തലയടിച്ച് പൊളിക്കണം, ആ കുഞ്ഞനുഭവിച്ച വേദനകൾ അവനെ അറിയിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും പറയുക എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വളരെ രൂക്ഷമായ പ്രതികരണം പ്രതി അഷ്കറിന് നേരെ ഉണ്ടാകുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതാണ്. നമുക്ക് നെടുമങ്ങാട് അറിയാം, 1.5 വയസ്സുകാരന്റെ കൊലപാതകം. അതിലിപ്പോൾ കുഞ്ഞിന്റെ അമ്മ അഖില, അതുപോലെ തന്നെ അമ്മയുടെ ആൺ സുഹൃത്ത് അഷ്കർ. അഖിലയെ ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്നില്ല, അഷ്കറിനെയാണ് കാണുന്നത്. തെളിവെടുപ്പിനായി സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ഒന്നര വയസ്സുള്ള ആ ഒരു കുഞ്ഞിനോട് ഇത്രമാത്രം ക്രൂരത കാണിക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ അവൻ ഭാവിയിൽ മറ്റുള്ള ആളുകളുടെ കഴുത്തറക്കില്ല എന്ന് ആര് കണ്ടു? എന്തായാലും ആമിന എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. അവരെ ഒരുപാട് തവണ കൊല്ലാൻ ശ്രമിച്ചു. ഈ അഷ്കറിന്റെ ഫാമിലിയിലുള്ള ആളുകളും അതിന് സഹായിച്ചു എന്ന് കൂടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എന്തായാലും അഖില ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ സമയത്തായിരുന്നിരിക്കാം ആ കുട്ടിയുടെ കൈ അടിച്ചു മുറിച്ചത്. ഈ സമയത്ത് തന്നെയാണ് ആ കുഞ്ഞിനെ അടിച്ചു കൊന്നത്. അവൻ അടിക്കാൻ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങള്, വടിയും മറ്റുള്ള സാധനങ്ങളൊക്കെ അവനെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, തെളിവെടുക്കുന്ന സമയത്ത് അവന് നേരെ ജനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നു. അവനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആ വീടിനകത്തേക്ക് കയറ്റുന്നു. ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവനെ ശരിക്കും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. നിയമം പല സമയത്തും കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം ഇവൻ അധികം വൈകാതെ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും വരും. മറ്റാരെങ്കിലും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ പോകും. അവർക്കും ഇതേ അനുഭവം വരും. ഒരിക്കലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി അത് മാതാപിതാക്കളെ അറിയിക്കുക. അത് കൂടാതെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നതെങ്കിൽ അയൽവാസികളെ അറിയിക്കുക, ശബ്ദമുണ്ടാക്കുക, ആൾക്കാരെ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പഞ്ചായത്ത് മെമ്പറെങ്കിലും വിവരം അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ആശാ വർക്കർമാര്, അതേപോലെ ഹരിത കർമ്മസേനകൾ, ഇവരൊക്കെ നിരന്തരമായിട്ട് നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നതാണ്. അവരെയെങ്കിലും കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെയെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ അത് വലിയ കാര്യം തന്നെയല്ലേ. നമ്മുടെ ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല, നമുക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ദൈവം തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. ആ പാവം കുഞ്ഞ് എന്ത് പിഴച്ചു. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.